ഹായ്, ഇത് നമുക്കേ ഇന്നും അറ്റും ഇല്ലെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എവിടാന്ന് നോക്കാം. അതായത് ബിൽഡിങ്സ് ഒക്കെ ചേർത്ത് പറയുമ്പോൾ ഇപ്പം ഹോസ്പിറ്റൽ, അറ്റ് ദ ഹോസ്പിറ്റൽ, ഇൻ ദ ഹോസ്പിറ്റൽ, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ പറയുമ്പോൾ ഇൻ റെയിൽവേ സ്റ്റേഷൻ, ഇൻ ദ റെസ്റ്റോറന്റ്, അറ്റ് ദ റെസ്റ്റോറന്റ്, അങ്ങനെ പറയുന്ന ഒരു വ്യത്യാസം വരുന്നുണ്ട്. അത് എന്താന്ന് നോക്കാം. ഇൻ പറയുന്ന എപ്പോഴും ആ വാതില് ചുവരുകൾക്കുള്ളില് അകത്ത് ഹോസ്പിറ്റലിനുള്ളിൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ആ എന്ത് പർപ്പസിനാണോ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് പറയുന്ന അതിനുള്ളില് ആ സമയത്താണെങ്കിൽ ഇന്നെന്ന് പറയാം. അതേസമയം ലൊക്കേഷൻ പറയാനായിട്ട് ഹോസ്പിറ്റലിൽ, ഇന്ന ഹോസ്പിറ്റൽ, അറ്റ് ദ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നു ആ കറക്റ്റ് ഒരു ലൊക്കേഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടി അങ്ങനെയൊക്കെ പറയുമ്പം അറ്റ് ദ ഹോസ്പിറ്റൽ, അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അത് ആ സ്പെസിഫിക് ലൊക്കേഷൻ പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ അടുത്ത് ചിലപ്പോൾ ആ കോമ്പൗണ്ടിലായിരിക്കാം, അതിനടുത്തോ എവിടെ അപ്പുറം ഇപ്പുറം ഒക്കെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയും. അതേസമയം രോഗിയായിട്ട് അല്ലെങ്കിൽ പേഷ്യൻ്റായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അല്ലെങ്കിൽ ചികിത്സ തേടാൻ ഹോസ്പിറ്റലിൽ വാളിനകത്ത് ആ ഭിത്തിക്ക് ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ പറയും. ഇപ്പം ഒരാൾ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പം അറ്റ് ഹോം പറയാം, വീട്ടിലാണെന്ന് പറയാം. വീട്ടിലാണ്, അത് ആ ലൊക്കേഷൻ പറയാണ്. അല്ല ജോലി സ്ഥലത്തല്ല, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ അറ്റ് ദ ഓഫീസ് എന്നോ അല്ലെങ്കിൽ അത് പറയാം. പക്ഷെ വീട്ടിലാണ്, ഓഫീസിലാണ് എന്ന് പറയുമ്പം അറ്റ് പറയും. അതേസമയം വീട്ടിന്റെ അകത്ത്, റൂമിനകത്ത് അല്ലെങ്കിൽ വീട് എന്ന് പറയുന്ന ആ ചുവരുകൾക്കുള്ളിലാണെങ്കിൽ ഇൻ പറയും. മനസ്സിലായോ? ഇപ്പം ആ ചോദിച്ച ആളെടുത്ത് ഇപ്പൊ ഒരാൾ ചോദിച്ചു നീ എവിടെയാന്ന് ചോദിച്ചപ്പോ വീട്ടിലാണെന്ന് പറഞ്ഞു, അപ്പൊ അറ്റ് പറയും. അതേസമയം വീടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പുറത്തൊന്നും കാണാതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അകത്ത് നിന്ന് പുറത്ത് വന്ന് നിന്നിട്ട് വിളിച്ചു ചോദിക്കുമ്പോ ഇൻ പറയാം. വീട്ടിന്റെ അകത്ത് ഇൻ. അപ്പൊ വീട്ടിൽ എന്ന് പറയുമ്പം അറ്റും ഇല്ലും, അറ്റും ഇന്നും ഇല്ലെന്ന് ചേർത്ത് പറയും. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ?